ഹലോ എവരിവൺ, നമുക്ക് അടുത്തൊരു ഒളിമ്പിയാഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റാഷണൽ നമ്പർ എന്നുള്ളതാണ്. ഒരു 4 ഓപ്ഷൻസ് അതിൽ റാഷണൽ നമ്പർ ആയിട്ടുള്ള ആളാരാണ്? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? സം ഓഫ് 2 + √3 ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ 2 + √3യും അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. അതായത് 1/2 + √3 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റാഷണൽ നമ്പർ കിട്ടുമല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് പറയാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇയാളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഈ 1/2 + √3 എന്ന് പറഞ്ഞാൽ 1/2 + √3 എന്ന് പറയുന്ന ആളെ റാഷണലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മെത്തേഡ് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒളിമ്പ്യാഡിൻ്റെ ഫുൾ സീരീസ് കാണുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 9th പഠിക്കുന്ന കോൺസെപ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1/2 + √3നെ റാഷണലൈസ് ചെയ്യണമെങ്കിൽ 2 - √3 വെച്ചിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. സോ 1 ന് 2 - √3 2 - √3 ആണ്. ബൈ 2 + √3 × 2 - √3 ചെയ്യുമ്പോൾ a + b × a - b ഹോൾ സ്ക്വയർ a + b × a - b ഫോമിലാണ്. ദാറ്റ്സ് ഈക്വൽ ടു a² - b² ആണ്. 2² - √3². ദാറ്റ്സ് ഈക്വൽ ടു 2 - √3 ഡിവൈഡ് ബൈ 2² 4 ആണ്, √3² 3 ആണ്, 4 - 3 എന്ന് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, 2 - √3 തന്നെയാണ്. കാരണം ഡിനോമിനേറ്ററിൽ 4 - 3 1 ആണ്. ഡിനോമിനേറ്ററിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സോ ഇയാളെ നമുക്ക് എങ്ങനെയാക്കി എഴുതാം? 2 + √3 അവിടെയുണ്ട്, പ്ലസ് 1/2 + √3 എന്നുള്ള ആളെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആരാക്കി മാറ്റിയിട്ടുണ്ട്? 2 - √3 ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ √3യും -√3യും കട്ട് ചെയ്യാം. ബാക്കി ആരുള്ളത്? 2 + 2 4. ഈ 4 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ അല്ലേ? 4 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ അല്ലേ? ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ്. ഇനി ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എ കിട്ടി. റാഷണൽ നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. റാഷണൽ നമ്പർ കിട്ടി. ഇനി ഇതാ √18 അത് ഇറാഷണൽ നമ്പറാണ്. √7 + 4√3 അത് ഇറാഷണൽ നമ്പറാണ്. നൺ ഓഫ് ദിസ്, അതും റോങ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെ റാഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ 9th പഠിപ്പിക്കുന്ന സമയത്തും പിന്നെ ഇതിന് തൊട്ട് മുന്നേ ഉള്ള നമ്മുടെ ഒളിമ്പ്യാഡിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ത്രൂ ഔട്ട് മാത്തമാറ്റിക്സിൽ വേണ്ട കോൺസെപ്റ്റ് ആണ്. ഇറാഷണൽ നമ്പേഴ്സ് വരുന്നു, അവരുടെ ഓപ്പറേഷൻസ് അതിനെ ചെയ്ത പോലെ റാഷണലൈസ് ചെയ്യുന്നു. ഇത് ത്രൂ ഔട്ട് ആവശ്യമുണ്ട്. ഒരുപാട് കാൽക്കുലേഷൻസിൽ ആവശ്യമുണ്ട്. അല്ലാതെ ആ ചാപ്റ്ററിൽ മാത്രം പഠിച്ച് ബോർഡ് എക്സാമിന് മാർക്ക് വാങ്ങി പോകാനുള്ള സംഭവമല്ല. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ഇതൊക്കെ 9th പഠിക്കേണ്ട കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്ത് എല്ലാം എന്ത് ചെയ്യണം, ക്ലിയർ ആക്കണം. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.